Hello my dear students, welcome to my new video. This is Sarita from Sarita's vlog. Classification of elements എന്ന ചാപ്റ്ററിലെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഏലിയർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് പഠിപ്പിച്ചു വന്നപ്പോ അതില് ഹെൻറി മോസ്ലി കൊണ്ടുവന്ന ഒരു മോഡേൺ പീരിയോഡിക് ലോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാകട്ടെ ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം. എന്താണ് മക്കളെ ഈ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The physical and chemical properties are the periodic function of their atomic numbers. ഒരു എലമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ചു വരുന്നതായിട്ട് കാണപ്പെടുക. ഇതാണ് അദ്ദേഹത്തിന്റെ ലോയിൽ പറയുന്നത് കേട്ടോ. ആ ഒരു ലോയുടെ അടിസ്ഥാനത്തിലാണ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിള് ഉണ്ടാകുന്നത്. ആ ഒരു ലോനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പീരിയോഡിക് ടേബിൾ വന്നെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിള് ഇപ്രകാരമുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ളത് ഒരു ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ മോഡലാണ്. ഈ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് ആദ്യം നോക്കാം. ഒരു പീരിയോഡിക് ടേബിളില് നമുക്ക് ഒരുപാട് ഹൊറിസോണ്ടൽ റോസും ഒരുപാട് വെർട്ടിക്കൽ കോളംസും കാണാനായിട്ട് സാധിക്കും. ഈ ഹൊറിസോണ്ടൽ റോസിനെ പറയുന്നതാണ് പീരീഡ്സ് ആൻഡ് ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഇപ്പൊ ഒരു പീരിയോഡിക് ടേബിളില് 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളും ആണുള്ളത് കേട്ടോ. ഇങ്ങനെ ഈ 18 ഗ്രൂപ്പിലും 7 പീരീഡുകളിലുമായി 118 എലമെന്റ്സ് ആണുള്ളത്. അതായത് നമ്മുടെ ഇന്നത്തെ പീരിയോഡിക് ടേബിളില് ആകെ കാണാൻ സാധിക്കുന്നത് 118 എലമെന്റ്സിനെയാണ്. ഈ ഹൊറിസോണ്ടൽ റോസ് അതായത് പീരീഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പീരീഡ് ആണ് ഞാൻ ഇവിടെ 1 എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് പീരീഡില് എത്ര എലമെന്റുകളാണ് ഉള്ളത് മക്കളെ? ഒന്ന് ഹൈഡ്രജനും മറ്റൊന്ന് ഹീലിയവും. അതായത് ദ ഫസ്റ്റ് പീരീഡ് ഇൻക്ലൂഡ്സ് 2 elements. One is hydrogen and another is the helium. In the second period, we can see 8 elements and the second period starts from lithium and ends in neon. In third period, നോക്കൂ, തേർഡ് പീരീഡില് സോഡിയം ആണ് ഫസ്റ്റ് മെമ്പർ. അത് കഴിഞ്ഞ് ആ ഒരു ഹൊറിസോണ്ടൽ റോ എൻഡ് ചെയ്യുന്നത് ആർഗണിലാണ്. അപ്പോ ലാസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് ആർഗൺ ആണ് തേർഡ് പീരീഡില് കേട്ടോ. That means in third period, the element starts from sodium and ends in argon with atomic number 18. Okay? Then coming to fourth period, n is equal to 4 എന്ന് പറയുമ്പോ that period starts from potassium and ends in krypton. And in total, how many elements are there? ഫോർത്ത് പീരീഡില് എത്ര എലമെന്റുകളാണ് ടോട്ടൽ ആയിട്ട് കാണപ്പെടുന്നത്? ഇവിടെ 1 to 18 വരെ എലിമെന്റ്സിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ഫോർത്ത് പീരീഡില് 18 എലമെന്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഫിഫ്ത് പീരീഡിലും സെയിം ആസ് ദ ഫോർത്ത് പീരീഡ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 18 എലമെന്റ്സ്. ദാറ്റ് മീൻസ് ദാറ്റ് പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം റുബീഡിയം ആൻഡ് എൻഡ്സ് ഇൻ xenon വിത്ത് അറ്റോമിക് നമ്പർ 54. ഓക്കെ, ഇനി n is equal to 6 and n is equal to 7 കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം നോക്കിക്കോളൂ. n 6 ആവുമ്പോ the atomic number starts with 55 and that is for cesium. ഓക്കെ, ഇനി അത് എൻഡ് ചെയ്യുന്നത് റാഡോണിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് നേരത്തെ നമ്മൾ ഫിഫ്ത് പീരീഡിലൊക്കെ കണ്ട പോലെ 18 എലമെന്റ്സ് അല്ലേ ഉള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല. അതാണ് ഞാനിവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. ആറാമത്തെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 55 കഴിഞ്ഞ് 56, 57 കഴിഞ്ഞു പിന്നെ വരുന്നത് 72 ആണ്. അപ്പോ അതിന്റെ ഇടയില് ഒരു 14ഓളം എലമെന്റുകൾ മിസ്സിംഗ് ആണ്. ശരിയല്ലേ? ആ എലമെന്റുകളാണ് താഴെ ഈ ഒരു സീരീസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് സീരീസില് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ഓഫ് ദി 6th പീരീഡ്. ഓക്കെ, അപ്പോ 57 കഴിഞ്ഞിട്ട് 58 തൊട്ട് 171 വരെയുള്ളത് എല്ലാതും 6th പീരീഡിൽ വരുന്ന എലമെന്റ്സ് തന്നെയാണ്. പക്ഷേ അവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതും ഉണ്ട്, നമ്മൾക്ക് അത് പഠിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആറാമത്തെ പീരീഡില്
ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാ പറയേണ്ടത് മക്കളെ? 18 പ്ലസ് 14 ദാറ്റ് ഈസ് 32. 32 എലമെന്റുകളാണ് 6th പീരീഡിലുള്ളതും അതേപോലെ തന്നെയാണ് 7th പീരീഡിലുള്ളതും. 7th പീരീഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫ്രാൻസിയം ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ഓഗ്നസോൺ. എന്നാൽ ഇതിന്റെ ഇടയില് നേരത്തെ പറഞ്ഞ പോലെ 14 എലമെന്റുകളെ താഴെ വെച്ചിട്ടുണ്ട്. ഈ എലമെന്റുകളെ കൂടി നമ്മൾ ഈ 7th പീരീഡ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. അപ്പോ 7th പീരീഡില് ടോട്ടൽ ആയിട്ട് 32 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ ടേബിളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് പീരീഡില് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഈച്ച് പീരീഡ് ഞാൻ ഇവിടെ എഴുതിയത് കണ്ടോ? ദ ഫസ്റ്റ് പീരീഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 എലിമെന്റ്സ്. നമ്മൾക്കറിയാം 2 എലിമെന്റ്സ് ഉണ്ട്. ഇറ്റ് ഇസ് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം. And in second period, it consists of 8 elements. Third period consists of 8 elements. Fourth and fifth period consists of 18 elements. Sixth and seventh period consists of 32 elements. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര എലമെന്റ്സ് ആയിരിക്കും? 118 എലമെന്റ്സ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഇനി നമ്മൾ നീങ്ങുന്നത്. Here we are going to discuss about the relationship connecting the electronic configuration and the periodic table. പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അഭേദ്യമായ ബന്ധമുണ്ട് കേട്ടോ. അപ്പോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് അറിയണ്ടേ? എന്താണത്? The distribution of electrons into the orbitals of an atom. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് ഷെല്ലുകൾ ഉണ്ടാവും, KLM എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഷെല്ലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ്ഷെൽസ് ഉണ്ടാവും. ഈ സബ്ഷെൽസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ SPDF എന്നൊക്കെയാണ് കേട്ടോ. ഈ സബ്ഷെൽസ് എടുത്തു കഴിഞ്ഞാലോ അതിൽ ഡിഫറെന്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതായത് എസ് എന്ന് പറഞ്ഞ സബ്ഷെൽ എടുത്താൽ അവിടെ നമുക്ക് എസ് എന്ന ഓർബിറ്റലിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പി സബ്ഷെല്ല് പി ഓർബിറ്റൽസിനെ കാണാം, ഡി സബ്ഷെല്ല് ഡി ഓർബിറ്റൽസിനെ കാണാം. അതുപോലെ തന്നെ എഫ് സബ്ഷെല്ല് എഫ് ഓർബിറ്റൽസിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ചോദ്യം എന്താണെന്ന് അറിയാമോ? ഓരോ സബ്ഷെല്ല് ഞാൻ ഈ ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചേക്കാം. ഒരു എസ് സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു എസ് ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. അതുപോലെ പി സബ്ഷെല്ലാണെങ്കിൽ അവിടെ പി ഓർബിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പി ഓർബിറ്റൽസ് എത്ര ഉണ്ടെന്ന് അറിയോ? ദർ ആർ 3 പി ഓർബിറ്റൽസ്. പി ഓർബിറ്റൽസ് 3 എണ്ണാണുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ ഡി സബ്ഷെല്ല് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അത് എത്ര എണ്ണാണ്? 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. എഫ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 7 എഫ് ഓർബിറ്റൽസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു ഐഡിയ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എസ് സബ്ഷെല്ല് we can see 1 s orbital. Okay, ഇനി p സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ we can see 3 p orbitals. d എന്ന സബ്ഷെല്ല് we can see 5 d orbitals. And in f സബ്ഷെൽ എത്ര എണ്ണം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത് പറയൂ? We can see 7 f orbitals. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലിമെന്റ്സ് ആക്ച്വലി ഡൺ അക്കോർഡിംഗ് ടു ഓഫ്-ബോ പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് എൻറ്റർ ഇൻ ടു ദ ഡിഫറെന്റ് ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇലക്ട്രോണുകള് ഓർബിറ്റലുകളിൽ കയറിയിരിക്കുന്നത് എപ്രകാരമാണ്? ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോണുകള് ആദ്യം കയറിയിരിക്കുന്നത് എനർജി കുറവുള്ള ഓർബിറ്റലിലാണ്. അത് കഴിഞ്ഞിട്ടാണ് എനർജി കൂടുതലുള്ള ഓർബിറ്റലിലേക്ക് പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എനർജി കൂടുതലുള്ള ഓർബിറ്റൽസിലേക്ക് ഇങ്ങനെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് പോകും. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ ഓഫ്-ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഞാനിവിടെ കാണിച്ചിട്ടുള്ളതാണ് ഓഫ്-ബോ പ്രിൻസിപ്പിളിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഇവിടെ
ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ 1s എന്ന് പറഞ്ഞ ഓർബിറ്റലിലാണ് ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റൽ. അതായത് ഏറ്റവും ആദ്യം ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് ഈ 1s ഓർബിറ്റലിലാണ്. ആൻഡ് റിമെമ്പർ, an orbital can accommodate a maximum of 2 electrons. ഒരു ഓർബിറ്റലില് ആകെ 2 ഇലക്ട്രോണുകളെ മാത്രമേ കയറ്റിയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, an orbital can accommodate only a maximum of 2 electrons. So you should remember that. ഇത് 1s ഓർബിറ്റൽ ആണ്. Then comes 2s orbital, then 2p, then 3s. 3s കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് 3p യിലാണ്. 3p കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 4s ഓർബിറ്റൽ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ അറേഞ്ച്മെന്റ് കേട്ടോ. ഫസ്റ്റ് 1sൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യും, സെക്കൻഡിൽ 2sൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യും, തേർഡില് 2pയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും, പിന്നെ 3sലേക്ക് പോകും. അതിനുശേഷം 3pയിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. Then goes to 4s. And after that it goes to the higher energy level 3d orbital. Okay, അതായത് 4s ഓർബിറ്റലിനാണ് എനർജി കുറവ്. അതിനുശേഷം ഹയർ എനർജി ആയിട്ടുള്ള ഓർബിറ്റൽ ആയിട്ടുള്ള 3dയിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. അപ്പൊ ഇതെപ്പോഴും ഓർക്കേണ്ടതാണ്. 3d കഴിഞ്ഞിട്ട് 4p, then 5s, then comes 4d, 5p, 6s, then 4f, 5d, 6p, 7s, 5f, 6d, 7p and so on. ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ ഫില്ലിംഗ് നടക്കുന്നത് ഈ ഓർബിറ്റലുകളില്. ഇനി ഈ ഒരു ടാബുലാർ കോളത്തിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ ഞാൻ പീരീഡ് എന്നും ഓർബിറ്റൽസ് എന്നും കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഫസ്റ്റ് പീരീഡില് 1s ഓർബിറ്റലുകളാണ് ഫില്ല് ചെയ്ത് പോവുക. അപ്പൊ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. അപ്പൊ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, ഇറ്റ് ഹാസ് അറ്റോമിക് നമ്പർ 1 and its configuration is 1s1. അപ്പൊ ഈ ഒരു ഓർബിറ്റിലാണ് ആദ്യം ഫില്ല് ചെയ്യുക. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഈ s ഓർബിറ്റലിൽ കയറിയിരിക്കും. ആൻഡ് കമ്മിങ് ടു ഹീലിയം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺസ്, റൈറ്റ്? 2 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോ 1s2. ആ രണ്ടാമത്തെ ഇലക്ട്രോണും ഈ s ഓർബിറ്റലിലാണ് കയറിയിരിക്കുക. കാരണം ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോണിനെ മാക്സിമം കൊള്ളും, അല്ലേ? അപ്പോ s ഓർബിറ്റലില് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ ഫില്ലായിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? s ഓർബിറ്റൽസ് ഇപ്പോ ഇലക്ട്രോണുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. ഇനി മൂന്നാമതായിട്ട് ഒരു ഇലക്ട്രോൺ വരുമ്പോ ഏത് ഓർബിറ്റലിലാ കയറിയിരിക്കുക? ഈ s ഓർബിറ്റലിന് ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ആ മൂന്നാമത്തെ ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റലിലേക്ക് പോകും. അടുത്ത ഓർബിറ്റൽ ഏതാണ്? 2s. അപ്പോ ലിഥിയം എടുത്താൽ, അപ്പൊ ലിഥിയം വരുന്നത് ഏത് പീരീഡിലാണ് മക്കളെ? ഇറ്റ് കംസ് ഇൻ ദ സെക്കൻഡ് പീരീഡ്. അപ്പൊ സെക്കൻഡ് പീരീഡില് ഏതൊക്കെ ഓർബിറ്റൽസ് ആ ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്? 2s ഓർബിറ്റൽസ് ഫില്ല് ചെയ്യും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ 2p ഓർബിറ്റൽസിലേക്ക് പോകും ഇലക്ട്രോണുകള്. ഓക്കെ, അപ്പോ ലിഥിയം 3 എന്ന് പറയുമ്പോ കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s1. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കേട്ടോ. അപ്പൊ ലിഥിയം 3 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 1s2 ഓൾറെഡി ഫിൽ ആയി കഴിഞ്ഞു. പിന്നെ വരുന്നത് 2s ഓർബിറ്റിൽ ഫിൽ ചെയ്യാന്നാണ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി 1 ഇലക്ട്രോൺ. ഏത് ഇനി ഫിൽ ചെയ്യാനുള്ളത്? 1 ഇലക്ട്രോൺ ആണ്. അത് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ നിയോന്റെ ഒന്ന് നോക്കാം കേട്ടോ. നിയോന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പൊ കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. 1s2, 2s2. ഓക്കെ, 4 ഇലക്ട്രോൺസ് ആയിട്ടുള്ളൂ. റിമൈനിങ് 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസിനെ എവിടേക്കാ പോവുക? p ഓർബിറ്റൽസിലേക്ക് പോകും. p ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 എണ്ണം ഉണ്ട്. ഒരു ഓർബിറ്റല് 2 ഇലക്ട്രോണിനെ കൊള്ളും. അപ്പൊ ടോട്ടൽ ആയിട്ട് p ഓർബിറ്റല് നമുക്ക് 6 ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ട് ഒരു p സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ അക്കോമഡേറ്റ് 6 ഇലക്ട്രോൺസ്. ശരിയല്ലേ? അപ്പോ ഈ p എന്ന് പറഞ്ഞ സബ്ഷെൽ എടുത്തു, അതിലേക്ക് 6 ഇലക്ട്രോണുകളെ ചേർത്തു. And now we got the electronic configuration
ഫോർ നിയോൺ 1s2 2s2 2p6. അപ്പൊ ഇങ്ങനെ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം? ഓഫ് പോ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം, അതിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. നമ്മൾ എത്ര എലമെന്റുകളാണോ ഓരോ പീരീഡിലുള്ളത് അത്രയും നമ്പർ ഇലക്ട്രോണുകൾ ആ ഓരോ പീരീഡിലും ഫില്ല് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ഫസ്റ്റ് പീരീഡില് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ പീരീഡില് 2 ഇലക്ട്രോണുകളാണ് ടോട്ടൽ ആയിട്ട് ഫില്ല് ചെയ്ത് പോകുന്നത്. അതുപോലെ സെക്കൻഡ് പീരീഡില് 8 എലമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 8 എലമെന്റ്സിൽ കൂടി 8 ഇലക്ട്രോണുകളാണ് മൊത്തമായിട്ട് ആ ഒരു പീരീഡിലൂടെ ഫില്ല് ചെയ്ത് പോകുന്നത്. നമുക്ക് നോക്കാം, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ പീരീഡില് എത്ര എലമെന്റുകളാണ് ഉള്ളത് ആ പീരീഡിലുള്ള എലമെന്റുകൾക്ക് ഈക്വൽ ആയിരിക്കും ആ പീരീഡില് ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും. ഫസ്റ്റ് പീരീഡില് 1s ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ ആയിട്ട് എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? ഒരു s ഓർബിറ്റലില് 2 ഇലക്ട്രോണിനെ കൊള്ളും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 2 ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2s ഓർബിറ്റലും ഉണ്ട്, 2p ഓർബിറ്റൽസും ഉണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര ഓർബിറ്റൽസിനെ കാണാൻ സാധിക്കുന്നത്? വി ക്യാൻ സി 1 2s ഓർബിറ്റൽ ആൻഡ് 3 2p ഓർബിറ്റൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറയാം ടോട്ടൽ ആയിട്ട് 4 ഓർബിറ്റൽസ് ഉണ്ട്. 4 ഓർബിറ്റൽസ് വരുമ്പോ അവിടെ എത്ര ഇലക്ട്രോണുകൾ വരും? ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 8 കിട്ടില്ലേ? സിമിലർലി മൂന്നാമത്തെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 3s എന്നും 3p എന്നാണ് വരുന്നത്. അവിടെ ആയിരുന്നാലും നമുക്ക് 4 ഓർബിറ്റൽസ് ആണ് കിട്ടുന്നത്. 4 ഓർബിറ്റൽസ് വരുമ്പോ 8 ഇലക്ട്രോണുകൾ വരും. ഇനി ഫോർത്ത് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ട് ഇവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട് മക്കളെ? വളരെയധികം ശ്രദ്ധിക്കണേ. ഇവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 4sല് ഒരു s ഓർബിറ്റൽ. അപ്പൊ കൗണ്ട് ചെയ്യൂ 1. ഓക്കെ, 3Dയില് ഞാൻ പറഞ്ഞു എത്ര ഓർബിറ്റൽസ് ഉണ്ട് ടോട്ടൽ ആയിട്ട്? 5 എണ്ണം ഉണ്ടെന്ന് അല്ലേ? അപ്പൊ 1 + 5 എത്രയായി? 6 കിട്ടിയോ? ഇനി 4pയില് എത്ര എണ്ണം ഉണ്ട്? 4pയില് 3 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ 6 + 3 9 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 9 ഓർബിറ്റൽസ് കാണാം. 9 ഓർബിറ്റൽസ് ആവുമ്പോ അവിടെ എത്ര ഇലക്ട്രോണുകൾ വരും? 18. ഓക്കെ, 18 ഇലക്ട്രോണുകള്. അതായത് ഫോർത്ത് പീരീഡില് 18 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ആ 18 ഇലക്ട്രോണുകളായിരിക്കും ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നുണ്ടാവും ഓരോ ഓർബിറ്റൽസിലും. ദെൻ ഫിഫ്ത് പീരീഡില് നോക്കിക്കോളൂ, ഇവിടെയും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പോ 9 ഓർബിറ്റൽസ് ഉണ്ട്, 18 ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ കമ്മിങ് ടു സിക്സ്ത് പീരീഡ് 6s ഉണ്ട്, 4f ഉണ്ട്, 5d ഉണ്ട്, 6p ഉണ്ട്. ആൻഡ് ഇൻ ദിസ് കേസ് ഒരു s ഓർബിറ്റൽ ഉണ്ട്, 7 f ഓർബിറ്റൽസ് ഉണ്ട്, 5 d ഓർബിറ്റൽസ് ഉണ്ട്, 3 p ഓർബിറ്റൽസ് ഉണ്ട്. ടോട്ടൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 16 ഓർബിറ്റൽസ് വരുന്നുണ്ട്. ഈ 16 ഓർബിറ്റൽസിലും കൂടി അപ്പൊ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. 32. ഓക്കെ, ഇപ്പൊ 32 ഇലക്ട്രോൺസ് ഉണ്ടാവും കേട്ടോ. ഇനി ഏഴാമത്തെ പീരീഡിലായിരുന്നാലും ഇതേപോലെ തന്നെ 16 ഓർബിറ്റൽസ് ഉണ്ടാവും, 32 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി നിങ്ങൾ ഇതും ഒന്ന് നോക്കിയേ മക്കളെ. ഇത് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണുകളുടെ എണ്ണം, ഇത് ഞാൻ പറയുന്നത് എലമെന്റുകളെ ഓരോ പീരീഡിലും കാണുന്ന എലമെന്റുകളുടെ എണ്ണം. രണ്ടും ഈക്വൽ അല്ലേ? വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലും സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. എന്താ ഞാൻ പറഞ്ഞത്? ഓരോ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റുകളുടെ configuration, especially the outer electronic configuration, it will be similar. അങ്ങനെ ഒരു സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആണ് എന്നുള്ളത്. എക്സാമ്പിൾ നോക്കണോ? ഇപ്പോ നമ്മുടെ
ഹൈഡ്രജൻ 1s1 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ ലിഥിയം 1s2 2s1. എസില് ഒരു ഇലക്ട്രോൺ, ഇവിടെ എസില് ഒരു ഇലക്ട്രോൺ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ. സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ. ലിഥിയം കഴിഞ്ഞിട്ട് പിന്നെ സോഡിയം അല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്താണ്? അപ്പൊ ഓൾറെഡി നമ്മൾ 1s2 2s2 2p6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഇലക്ട്രോൺ വരുന്നത് ഏതിലാണ് മക്കളെ? മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം വരുന്നത്. അപ്പൊ 3s ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോ 3s ഓർബിറ്റല് ആകെ കൂടി ഇലക്ട്രോണുകൾ ഇവിടെ ഉള്ളത് ഒന്നാണ്. അപ്പോ 1s2 2s2 2p6 3s1. ഇതാ നോക്കൂ, പീരീഡുകൾ മാറുന്നതിനനുസരിച്ച് ഇവരുടെ n വാല്യൂവിന് വ്യത്യാസം വരുന്നത് കണ്ടോ? ഇവിടെ 1 ആയിരുന്നു, ഇത് 2 ആയി, ഇത് 3 ആയി. ഇനി പൊട്ടാസ്യം വരുമ്പോ അത് 4 ആവും. അതൊക്കെ ഡിഫറെന്റ് ആവും. പക്ഷേ s ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കൂ, തുല്യല്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ അവരുടെ എല്ലാം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുക. ഇപ്പോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. നമ്മളെ ഈ ഒരു ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ തുടക്കക്കാരാണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത്. ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സ്, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരിയോഡിക് ടേബിളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും. അപ്പോ നിങ്ങൾ വ്യക്തമായിട്ട് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഡാറ്റാസ് എഴുതി വെക്കണം. എന്താണ് ഈ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിലെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്നും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധവും. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.